നോർമൽ പീരിയഡ്സ് പെയിനും PCODയുടെ പെയിനും പീരിയഡ് പെയിനും അതെങ്ങനെയാണ് മനസ്സിലാവുക? നോർമൽ പീരീഡ്സിൻ്റെ പെയിൻ 1-2 ദിവസമായിരിക്കും കൂടുതലായി ഉള്ളത്. അതെ. അത് കഴിയുമ്പോൾ ആ പെയിൻ നമുക്ക് പയ്യെ കുറഞ്ഞു വരും. 3rd ഡേ ഒക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് ഓക്കെ ആയിട്ടായിരിക്കും, ആ പെയിൻ വളരെ കുറവായിരിക്കും. പക്ഷേ PCODയുടെ പെയിൻ അങ്ങനെയില്ല, അത് കുറച്ച് സ്ട്രോങ് ആയിരിക്കും, അത് ത്രൂ ഔട്ട് ഉണ്ടാവും, മോസ്റ്റ് ഓഫ് ദ കേസ് തീരുന്നത് വരെ ഉണ്ടാവും. പിന്നെ PCOD വേദനയിൽ മാത്രമല്ലല്ലോ, PCODക്ക് കുറേ അധികം സിംറ്റംസ് നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ പീരീഡ്സ് ഇറഗുലർ ആയിരിക്കും എന്നുള്ളതാണ്. ഹെയർ ലോസ് വളരെ സിവിയർ ആയിരിക്കും, മൂഡ് സ്വിങ്സ് വളരെ സിവിയർ ആയിരിക്കും, പിന്നെ ഈ പറഞ്ഞ പോലെ ബ്ലീഡിങ് ചിലപ്പോൾ ഓവറായിരിക്കും, അല്ലെങ്കിൽ ബ്ലീഡിങ് കുറവായിരിക്കാം, വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം അസോസിയേറ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് പെയിൻ വരുന്നതെങ്കിൽ, ആ പെയിൻ ഈ പറഞ്ഞ 4 ദിവസം നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് PCOD അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇറഗുലർ മെൻസ്ട്രേഷൻ്റെ ഇഷ്യൂസിലേക്ക് നിങ്ങൾ സിസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ്. അതല്ലാതെ ഒരു ഫസ്റ്റ് 2 ഡേയ്സിലെ വേദന വന്ന് പിന്നെ ആ വേദന പയ്യെ കുറഞ്ഞ് നോർമലായി മാറുന്നു എന്നുണ്ടെങ്കിൽ അതൊരു നോർമൽ പെയിനാണ്. പീരിയഡ്സ് സമയത്ത് എല്ലാവരും അനുഭവിക്കുന്ന ഒരു പെയിനാണ്. അപ്പം ഒരു ഡിഫറൻസ് അറിയാൻ പറ്റുന്നത് ഈ പറഞ്ഞ 2 ദിവസം കഴിഞ്ഞിട്ടും പെയിൻ കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ആ പെയിൻ്റെ ഒരു കാഠിന്യം അതുപോലെ തന്നെ 4 ദിവസവും നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ്.